മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ നമ്മുടെ ബിന്നിയെ കൺവീൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ് ആദില. വേറൊന്നുമല്ല, ആദില ബിന്നിയോട് പറയുന്നത് ബിന്നിക്ക് കിട്ടുന്ന ബോട്ടിലെല്ലാം ഷാനവാസിന് കൊടുക്കണം, ഷാനവാസ് കോയിൻ തരും. ആദില ഈ കാര്യത്തിന് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് ബിന്നിയോട് കൺവീൻസ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, ബിന്നി ഒരിക്കലും ബോട്ടിൽ കൊണ്ടുപോയി ആര്യന് കൊടുക്കരുത് എന്നൊരു വാശിയുള്ളത് കൊണ്ടാണ്. ആര്യന് ബോട്ടിൽ കിട്ടി അത് അപ്രൂവ് ആയാൽ ആര്യന് കോയിൻ കിട്ടും. അതുകൊണ്ട് ആര്യന് ബോട്ടിൽ കിട്ടരുതെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്ലാൻ. അതാണ് നമ്മുടെ ബിന്നിയോടും ആദിൽ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ബിന്നി പറയുന്നത്, എനിക്ക് ഈ കാര്യത്തിൽ ഷാനവാസിനെ വിശ്വാസമില്ല. കാരണം ഫാക്ടറി ടാസ്കിൽ ഷാനവാസ് അക്ബറിൻ്റെ നിന്നതാണ്, ആ ഒരു ബ്ലാക്ക് കോയിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നതാണ്. അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ബിന്നി ഷാനവാസിന് ബോട്ടിൽ കൊടുക്കുമെന്നും പറഞ്ഞിട്ടില്ല, കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടില്ല. ഉടനെ നമ്മുടെ ആദില ബിന്നിയോട് പറയുന്നത്, ഇന്നെന്തായാലും ആര്യനില്ലാത്തത് കൊണ്ട് നമുക്ക് മാക്സിമം ബോട്ടിൽ കളക്ട് ചെയ്യാൻ പറ്റും. അവനുണ്ടെങ്കിൽ അവൻ ആദ്യം ഓടിപ്പോയി ബോട്ടിലുകൾ കളക്ട് ചെയ്യും. പിന്നെ ഇന്ന് പേടിക്കേണ്ടത് അക്ബറിനെയും ജിസേലിനെയുമാണ്. അവർ രണ്ടുപേരെയും നമുക്ക് എങ്ങനെയാണേലും മുട്ടാൻ പറ്റില്ല. ഞാനും നൂറയും അതുകൊണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബസർ അടിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ജിസേലിൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ജിസേലും അക്ബറും കിട്ടുന്ന ബോട്ടിൽ ഫുള്ള് ആര്യൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ഈ കാര്യത്തിൽ ജിസേലിനോട് ഏറ്റുമുട്ടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ തട്ടിപ്പറിക്കാനൊക്കെ പറ്റുള്ളൂ. എന്ത് വില കൊടുത്തും അവളുടെ നിന്ന് തട്ടിപ്പറിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ആദിലയും നൂറയൊക്കെ നമ്മുടെ ജിസേലിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഇവർക്ക് സപ്പോർട്ടായിട്ട് ഒനീലുമുണ്ട്. ഒനീലും പറഞ്ഞിരുന്നു, ഞാൻ ഗ്രൗണ്ടിലുണ്ടല്ലോ, ബാക്കി ഞാൻ നോക്കിക്കോളാമെന്ന്. പക്ഷെ ജിസേല് ഇന്നലെ ആര്യനോട് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ബോട്ടിൽ കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാവരും കയ്യിൽ കയറി പിടിക്കുന്നു. അപ്പോൾ സ്റ്റിച്ചസ് പൊട്ടുമോ എന്നൊരു പേടി ജിസേലിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജിസേൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതും. ഇന്നലെയും 2 റൗണ്ടിലും 2 ബോട്ടിലുകൾ വീതമാണ് ജിസേലിന് കിട്ടിയത്. പിന്നെ ഇന്നലെ ഫാക്ടറി ഉടമകൾ അനീഷും നെവീനുമായിരുന്നു. അവർക്ക് കോയിൻ കിട്ടിയാൽ അവർ ആ കോയിൻ സ്വയം വെക്കുകയുള്ളൂ, അല്ലാതെ ജിസേലിന് കൊടുക്കില്ല എന്ന് ജിസേലിന് നന്നായിട്ട് അറിയാം. ചിലപ്പോൾ അതുകൊണ്ടുമാവാം. ഇന്ന് പക്ഷേ ഫാക്ടറി ഉടമ ആര്യനാണ്. ചിലപ്പോൾ ആര്യൻ കോയിൻ തന്നാലോ എന്ന് കരുതി ജിസേൽ ഇന്ന് കളിക്കാനും വഴിയുണ്ട്. എന്തായാലും അക്ബറിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് മൊത്തം ജിസേലിനെയാണ്. മാക്സിമം അവരെ കൊണ്ട് ബോട്ടിലുകൾ കളക്ട് ചെയ്യിക്കാതിരിക്കാൻ നോക്കുക. ഒന്നേൽ അവർക്ക് കിട്ടുന്ന ബോട്ടിലുകൾ ഇവർ ചളുക്കും, അല്ലെങ്കിൽ തട്ടിപ്പറിച്ച് വാങ്ങിക്കും. എന്തായാലും ആ കാര്യമെല്ലാം ഇപ്പോൾ ആദില ബിന്നിയോട് പറയുകയാണ്. സത്യം പറഞ്ഞാൽ ബിന്നി മാത്രമല്ല കുത്തിത്തിരിപ്പ്, നമ്മുടെ ആദിലയ്ക്കും നല്ല രീതിയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ അറിയാം. ബിന്നി ഇവരുടെ വാക്ക് കേട്ട് ഇനി ബോട്ടിലുകളെല്ലാം ഷാനവാസിന്റെ കയ്യിൽ തന്നെ കൊണ്ട് കൊടുക്കുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. എന്തായാലും ആര്യന് കൊടുക്കില്ല എന്ന് ഉറപ്പാണ്. പിന്നെ ഉള്ളത് അനീഷാണ്. അനീഷിന് കൊടുക്കണോ ഷാനവാസിന് കൊടുക്കണോ എന്നുള്ളതൊക്കെ ബിന്നിയുടെ ഇഷ്ടമാണ്. എന്തായാലും മാക്സിമം കൺവീൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആദില ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.